അപ്പോൾ സ്റ്റേജിൽ കവിത ചൊല്ലിയ ആൾക്കാരെ ഞാനും ഒരാൾ പി കുഞ്ഞിരാമൻ മഹാകവി പി എന്ന് പറയുന്ന അന്ന് ജി പി എന്നൊക്കെയല്ലോ. അത് അത്രയും വലിയ തുകയായിരുന്നു അന്ന്. 1 ലക്ഷമായിരുന്നു അതിൻ്റെ. അപ്പം ഞാൻ ജിയോട് പറയുമ്പോൾ ജി പറഞ്ഞു ഒരിക്കൽ മെയ്തിലും അത് കിട്ടും. അത് ഞാനത് ഒരു തമാശയായിട്ട് കണക്കാക്കില്ല. ഐ വാസ് നോ വെയർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനേ ഒരു മേതിൽ കാലത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഒരു വായനക്കാരൻ്റെ ആംഗിളിൽ നിന്നിട്ട് നോക്കുമ്പോഴേ 71 മേതിൽ എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ വായിക്കണത്. അതിൻ്റെ മുമ്പൊരു പ്രീ ഹിസ്റ്ററി ഉണ്ട്, അത് എനിക്കത്ര അറിയില്ല. അത് ഈ മറ്റേ നവയുഗത്തിൽ ദേശാഭിമാനിൽ ഒക്കെ എഴുതിയതല്ലേ. അപ്പം അങ്ങനെ ആ പ്രീ ഹിസ്റ്ററിയിൽ ഒരു ഇൻസിഡൻറ്റ് മേതിൽ പറയണ്ടായി. അതായത് ജി ശങ്കരക്കുറുപ്പിന് ഈ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ വിക്ടോറിയ കോളേജിൽ വെച്ചിട്ട് ഒരു സ്വീകരണം ഉണ്ടായി. അതിൽ 2-3 ആളുകൾ, ജി ശങ്കരക്കുറുപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് പി കുഞ്ഞിരാമൻ നായരും പിന്നെ മേതിൽ രാധാകൃഷ്ണൻ, അവർ 2 പേരാണ് സംസാരിക്കേണ്ടത്. അപ്പം അന്ന് മേതിലിനെ അനുഗ്രഹിച്ചു പറഞ്ഞു, നീയും എൻ്റെ വഴിക്കൊക്കെ വരും. അത് വലിയ കൗതുകരായിട്ട് തോന്നുന്നു. അത് പിന്നെ നവയുഗത്തിൽ ഞാൻ BA ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അത് എവിടെയാണ് പഠിച്ചത്? ചിറ്റൂർ കോളേജ്. ആ സമയത്ത് ഞാൻ അന്ന് ഈ പുരോഗമന സാഹിത്യകാരുടെ ഒരു ക്ഷണം വന്നിരുന്നു. ഞാൻ നവയുഗത്തിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പവനനായിട്ട് നല്ല ക്ഷണമായിരുന്നു. അത് C അച്യുതമേനോൻ ഒപ്പിട്ടിട്ടൊരു ക്ഷണക്കത്ത് വന്നു. അപ്പം ഞാനത് പയ്യനാണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആർഷകഥനൊക്കെ ഉണ്ടായിരുന്നു, വൈക്കം ചന്ദ്രശേഖരൻ നായരുണ്ടായിരുന്നു. പിന്നെ ഈ സമ്മേളനത്തിന് പോകുമ്പോൾ ഞാൻ അറിയിച്ചിരുന്നു ജിയോട്, ഇങ്ങനെ എനിക്ക് പരിചയമില്ല എന്ന് വെച്ച്. അപ്പോൾ ജി പറഞ്ഞു അവിടെ ഒരു സ്ഥലം ഒന്നും പിന്നെ മേതിലിന് വേണ്ടി ഒരുക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ നേരെ ജിയുടെ വീട്ടിലേക്ക് പോയതാണ്. ചിറ്റൂരിൽ നിന്ന് നേരെ ജിയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ഇരുന്ന് പിറ്റേ ദിവസമായിരുന്നു മീറ്റിംഗ്. ഇപ്പം ജി പറഞ്ഞു അവിടെ സ്ഥലമില്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഞാൻ പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ടും ജിയുടെ വീട്ടിൽ 2-3 ദിവസം താമസിച്ചിരുന്നു അവിടെ. എന്നിട്ട് അത് ചിറ്റൂർ കോളേജിൽ ഒരു നീണ്ട അഭിമുഖം ജിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിന് ശേഷമാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേജിൽ കവിത ചൊല്ലിയ ആൾക്കാരെ ഞാനും ഒരാൾ പി കുഞ്ഞിരാമൻ മഹാകവി പി എന്ന് പറയുന്ന അന്ന് ജി പി എന്നൊക്കെയല്ലോ. അത് കഴിഞ്ഞില്ല. പിന്നെയുള്ള ഇതിലാണ് പിന്നെ സംഭാഷണത്തിനിടയിൽ ജി പറയുന്ന ഞാൻ അന്ന് ഭയങ്കര അത്ഭുതമല്ലേ അത് മലയാളത്തിലൊരു കവിക്ക് കിട്ടുക എന്ന് പറയുന്നത്. ആദ്യത്തെ അത് അത്രയും വലിയ തുകയായിരുന്നു അന്ന്. 1 ലക്ഷമായിരുന്നു അതിൻ്റെ. അത് അത്ര വലിയൊരു തുകയുള്ളൊരു സമ്മാനം. അപ്പം ഞാൻ ജിയോട് പറയുമ്പോൾ ജി പറഞ്ഞു ഒരിക്കൽ മേതിലും അത് കിട്ടും. അത് ഞാനത് ഒരു തമാശയായിട്ട് കണക്കാക്കില്ല. ഐ വാസ് നോ വെയർ. പിന്നെ നമ്മുടെ അഭിപ്രായം, പിന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്സുകളുണ്ടല്ലോ, അങ്ങനെ സംഭവമില്ലേ? പിന്നെന്താ ഒരു അഭിപ്രായം? ഒരു കഥ ഒരു അഭിപ്രായമാണ്. കഥ ഒരു അഭിപ്രായം. എല്ലായിടത്തും ഒരു അഭിപ്രായം. മനസ്സിലായി? അത് നമ്മളെ കഥയായിട്ട് പറയുന്നു. അതൊരു എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു അഭിപ്രായമായിരിക്കും. അതിൽ ഒന്നാമത് ഈ നമ്മൾ വിധിയിരുത്തൽ എന്നുള്ളത് നിരൂപന്റെ പണിപ്പെട്ടല്ല. അയാളുടെ ജഡ്ജൊന്നല്ല, സുപ്രീം കോർട്ടല്ല നിരൂപകൻ. ഈസ് ജസ്റ്റ് അനദർ റീഡർ, റൈറ്റർ.
അതേ ഉള്ളൂ. നമുക്കങ്ങനെ വിധിയിരുത്താനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ചാൾസ് ഡിക്കൻസ് എന്നുള്ള മനുഷ്യനെ എടുക്കുക. ഒരുപക്ഷെ ഏറ്റവും അറിയപ്പെടുന്ന ആൾ ഇന്ത്യയിൽ ചാൾസ് ഡിക്കൻസ് ആയിരിക്കും. കാരണം ഒരു കാലത്ത് നോൺ ഡീറ്റെയിൽസ് മുഴുവൻ ആയിരുന്നു. അന്നൊരു സംഭവം ഉണ്ട്, ഈ ഒലിവർ ട്വിസ്റ്റ്. ഞങ്ങൾ ഒലിവർ ട്വിസ്റ്റാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു SSLCക്ക്. അപ്പോൾ ഞങ്ങളുടെ പഠിച്ചിരുന്ന നെല്ലിക്കരടം ഹൈസ്കൂൾ അത് അവർ വിൽക്കാൻ പോവാണ്. അത് വാങ്ങിച്ചത് എൻ്റെ ക്ലാസ്മേറ്റിൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന കബീറിൻ്റെ അച്ഛൻ മുഹമ്മദ് കുട്ടി. അദ്ദേഹം ആപ്പിൾ ഫോട്ടോ ബീഡി, ഈ ഫോട്ടോ ബീഡി നിങ്ങൾ വിജയൻ്റെ നിറയെ കണ്ടിട്ടുണ്ടായിരിക്കണം. അതിനൊരു പ്രത്യേക ചരിത്രമുണ്ട്. ഈ എല്ലാ മിക്കവാറും പേരുകൾ ഈ ഫോട്ടോ എന്ന് ചേർക്കും. ആപ്പിൾ ഫോട്ടോ ബീഡി, പൈനാപ്പിൾ ഫോട്ടോ ബീഡി, അങ്ങനെ കാര്യം. അദ്ദേഹം അവർക്ക് ഒലവക്കോട് തിയേറ്റർ ഉണ്ടായിരുന്നു, ബൽക്കീസ്. അപ്പോൾ ബൽക്കീസ് വെച്ചിട്ട് ഒലിവർ ട്വിസ്റ്റിൻ്റെ മൂവിയായിട്ട് കാണിച്ചു. ഞങ്ങൾക്കൊക്കെ ഫ്രീ ആയിരുന്നു എല്ലാം. പക്ഷെ പാലക്കാട് വരെ പോകുന്നു, അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ചാൾസ് ഡിക്കൻസിനെ പറയാൻ കാരണം അദ്ദേഹം ഒരുപാട് ഈ അധോലോകങ്ങളായിട്ടും ഇതൊക്കെയായിട്ടും ബന്ധപ്പെട്ട ഇപ്പം വേൾഡ് ലിറ്ററേച്ചർ എടുക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ പെടുത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം വ്യാപരിക്കാത്തൊരു മണ്ഡലമില്ല. മെഡിക്കൽ സയൻസിൽ പോലും അദ്ദേഹം ഈ മെഡിക്കൽ സയൻസ് തിരിച്ചറിയുന്നതിന് മുമ്പ് എത്രയോ രോഗങ്ങളുടെ കൃത്യമായ സിംറ്റംസ് അദ്ദേഹം ചില ക്യാരക്ടേഴ്സിലൂടെ കൊണ്ടുവന്നിരുന്നു. അന്ന് ആ രോഗം കണ്ടെത്തിയിട്ടില്ല ആരും. അങ്ങനെ രോഗമുണ്ടെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. പിൽക്കാലത്ത് വന്ന ആൾക്കാരാണ് ഇത് ഇന്ന രോഗമാണ്, അവർ പേരിടണ രോഗത്തിന്. ശാസ്ത്രജ്ഞന്മാർ പേരിടണ ചാൾസ് കണ്ടുപിടിച്ച രോഗങ്ങൾക്ക്. എന്ന് വെച്ചാൽ കറക്റ്റ് ലക്ഷണങ്ങൾ അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ഒരാൾ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ചാൾസ് ഡിക്കൻസ് കണ്ടുപിടിച്ച മെഡിക്കൽ ടേംസ്, ആ രോഗങ്ങൾ പഠിച്ച്. ചാൾസ് ഡിക്കൻസിലൂടെ വൈദ്യശാസ്ത്രം അറിഞ്ഞ രോഗങ്ങൾ, അതൊരു വല്ലാത്ത സംഭവമല്ല. അപ്പൊ അതാലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ വലിയ ഒരെഴുത്തുകാരനുമില്ല. അദ്ദേഹം മെഡിക്കൽ സയൻസ് ആ ഫീൽഡിൽ വിദഗ്ധന്മാർക്ക് മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പം ചില എഴുത്തുകാരെ നമ്മൾ അത് വളരെ ഫേമസ് ആയിട്ടൊന്നുമല്ല, ഒരു ഇഷ്ടം വരും. ദഫ്നെ ദുമോറി അങ്ങനത്തെ ആളാണ്. പിന്നെ അവരുടെ അന്തരീക്ഷ വർണ്ണനയിൽ ഇലകളൊക്കെ ശ്വസിക്കുന്നത് കേൾക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും. പക്ഷെ എന്നാൽ അവർ ഏറ്റവും വലിയ എഴുത്തുകാരെ ലോക സാഹിത്യം അങ്ങനെയാണോ അറിയില്ല. അവർ വളരെ ഫേമസ് ആണ്. നാലോ കൂടുതലോ ചിത്രങ്ങൾ ഹിച്ച്കോക്ക് എടുത്തിരിക്കുന്നത് അവരുടെ സിനിമയെ ബേസ് ചെയ്തിട്ടാണ്. നാല് സിനിമ എടുത്തിട്ടുണ്ടോ ഹിച്ച്കോക്ക്, ദഫ്നെ ദുമോറയാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് എങ്ങനെ ആകർഷണം വരുമോ? ഇതൊക്കെ നമ്മുടെ മാനസികാവസ്ഥ ഇതിനൊക്കെ അനുസരിച്ച് വരുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി ഒരു പുസ്തകം നമുക്ക് ഇഷ്ടപ്പെടുന്നത് സാഹിത്യത്തിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ടൊന്നുമല്ല. നമ്മളുടെ ഉള്ളിലുള്ള ചിലത് വേറൊരു എഴുത്തുകാരൻ ഉണർത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിലാണ് നമുക്ക് ഇഷ്ടം വരുന്നത്. ഇപ്പം നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ച് ശരീരശാസ്ത്രം ഇതും അഭിപ്രായം പൊളിറ്റിക്കൽ, എൻ്റെ എത്രയോ ഫ്രണ്ട്സ് എൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ യോജിച്ചെന്ന് വരില്ല. നമുക്ക് എല്ലാ പാർട്ടിയിൽ നിന്നും ഫ്രണ്ട്സ് ഉണ്ടാവും. ഞങ്ങൾ BJPയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രീയമായിട്ട് ബന്ധമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടായിരുന്നത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടായവരോ കോൺഗ്രസ് നിന്നുണ്ടായിരുന്നവരോ. ഈ ആൾക്കാർ കൂടുമ്പോൾ എല്ലാവരും ഒരു പാർട്ടി അല്ലല്ലോ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടി. ദിസ് ഇസ് നോട്ട് എ പാർട്ടി മീറ്റിംഗ്. ലിറ്ററേച്ചർ ഇസ് നോട്ട് എ പാർട്ടി മീറ്റിംഗ്. ഇത് ആളുകളുടെ ഒരു മീറ്റിംഗ്. അവരുടെ എന്താ പറയണ പ്രത്യേകമായ കഴിവുകൾ അതൊക്കെ മാറ്റി, അഭിപ്രായങ്ങൾ, ജീവിത വീക്ഷണം അതൊക്കെ മാറ്റി വെച്ച് വേറൊരു വിധത്തിൽ നമ്മൾ ഒത്തുകൂടുന്നു. അതുമാതിരി ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെടാം. എനിക്ക് നീ ഇത് കഴിക്കുന്നുണ്ട് ഈ ബജ്ജി കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതൊരു സാഹിത്യ നിരൂപണമാരിയാകും. ഈ നിലയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എനിക്കിഷ്ടമല്ല അത്ര കാര്യത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ എന്തോ എനിക്ക് ആഹാരം വെച്ചാൽ ചോദിക്കാനോട് എനിക്കത് അത്ര ഇഷ്ടമല്ല. പറയാം ചിലത്
എനിക്ക് എങ്ങോട്ടതാ പറയും, വേറൊരാൾ പറയും എനിക്ക് ഇങ്ങോട്ടതാ. അങ്ങ് അതുപോലുള്ള ഒരു ഇഷ്ടമാണ് അത്. എൻ്റെ ഇപ്പോൾ എഴുത്തുകാരോട് ഞാനിപ്പോൾ അതിന് തിയറിയൊന്നും എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും ഓരോരോ കാരണങ്ങളല്ല. അത് സാഹിത്യത്തിൽ ഒരു അമ്പറല്ല സിദ്ധാന്തം വെച്ചിട്ടല്ല ഞാൻ എഴുത്തുകാരെ ചെയ്യുന്നത്. ഞാൻ പ്രിയമേശൻ നോവലിൽ കുറ്റാന്വേഷണ കവിതയിൽ ധാരാളം എഴുത്ത് വായിച്ച ആളാണ്. അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തിൽ. ഈ സൂര്യവംശത്തിൽ തന്നെ കുറ്റാന്വേഷണം ഉണ്ട്. അതെ. അപ്പൊ എഴുത്തിലൊരു കുറ്റാന്വേഷണം. എന്തുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിൽ നിന്ന് വിമോചനം ആദ്യം കിട്ടണം. നിങ്ങളുടെ ഉള്ളിൽ എഴുത്തുകാരൻ ഒരുപാട് സ്വാധീനങ്ങൾക്ക് അടിമയാണ്. അതിൽ നിന്ന് നിങ്ങൾ ആദ്യം വിമോചനം നൽകണം. എന്നിട്ട് ഈ വായിക്കുമ്പോൾ ഇത് വേറൊരു ലോകമാണ്, എഴുത്ത് വേറൊരു ലോകമാണ്. നമ്മൾ ജീവിക്കുന്ന മാതിരിയല്ല എഴുതുന്ന മാതിരിയല്ല ജീവിക്കുന്നത്, മനസ്സിലാക്കി. അപ്പം എനിക്കിതിൽ എനിക്ക് ഭാഷാ സ്വാധീനം ഉള്ളതുകൊണ്ട് എനിക്കൊരു കോടീശ്വരനാവാൻ പറ്റും എഴുത്തിൽ. പിന്നെ എൻ്റെ ലൈഫിൽ അത് പറ്റില്ല, കാരണം എനിക്ക് പൈസ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ അറിയില്ല, മനസ്സിലായി. അതറിയുന്നാൽ വേറൊരു വിധത്തിൽ അതാ പറയുന്നത്. പിന്നെ റോൾസ് റോയ്സും ജോയ്സും ഇത് രണ്ട് സംഭവങ്ങളാണ്. റോൾസ് റോയ്സ് വളരെ അതിലുമുണ്ട് അനുഭവം. ഞാൻ ഒരിക്കൽ ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് വളരെ ചെറുപ്പക്കാരനാണ് ടാക്സി ഡ്രൈവർ. അദ്ദേഹം പ്രൈവറ്റായിട്ട് ഓടിച്ചിട്ടുണ്ട് ഒരു വർക്ക് വേണ്ടിയിട്ട്, പ്രൈവറ്റ് ഓട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം ഓടിച്ച കുറേ വലിയ വലിയ കാറുകളുടെ പേര് പറഞ്ഞു. ഞാൻ ഇത് ഓടിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ റോൾസ് റോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, റോൾസ് റോയ്സ് ഡ്രൈവ് ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ, അനുഭവം എന്താണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുക, റോൾസ് റോയ്സിൻ്റെ ഓടിച്ചതിനെക്കുറിച്ച്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുക, അത് പറയാൻ പറ്റില്ല സാറേ, അതൊരു അനുഭവമാണ്, അതിങ്ങനെ വാക്കുകൾ കൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല കാറുകൾ ഓടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ എന്തുകൊണ്ട് റോൾസ് റോയ്സിനെ ഇഷ്ടപ്പെടും? തീർച്ചയായും അത് വില പിടിച്ചതുകൊണ്ടൊന്നല്ല, അതിൻ്റെ ഒരു പ്രത്യേക സുഖം അന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരനെ പറയുന്നത് എനിക്കത് അത് അനുഭവിക്കുക തന്നെ വേണം സാറേ, അത് പറഞ്ഞു തരാൻ പറ്റില്ല. ഒന്നാമത് അദ്ദേഹം ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്. പാസഞ്ചേഴ്സിന് അവരുടെ അനുഭവം കറക്റ്റായി മനസ്സിലായെന്നുമില്ല, അവർക്ക് തമ്മിൽ പറ്റുമായിരിക്കും, മനസ്സിലായില്ലേ? അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ട്. വായന പറയുന്നത് ഇത് സങ്കീർണമാണ്. നമ്മൾ എന്തുകൊണ്ട് വായിക്കുന്നു? ഫസ്റ്റ് പുസ്തകം വായിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? അവർക്ക് ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട്, പുസ്തകം വായിക്കാത്തതുകൊണ്ട്, കഥയും കവിതയും വായിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒരാളെ ഞാൻ ഇന്നവരെ കണ്ടെത്തില്ല. പലതില്ലാത്തതുകൊണ്ട്, വയറില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മീശയില്ലാത്തതുകൊണ്ടോ, പല കാരണങ്ങളാൽ പലതും നേടാൻ പറ്റാത്ത ആൾക്കാർ. പക്ഷേ നിനക്ക് ജോലി കിട്ടില്ല, ഇല്ല, എന്താ ഞാൻ കഥയും കവിതയും വായിക്കാത്തതുകൊണ്ട് അങ്ങനെ പറയില്ല. അത് ആ ഒരു പത്രാധിപരുടെ സ്പെഷ്യാലിറ്റി മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഒരു നഷ്ടം വരാൻ പോകില്ല. സാഹിത്യം വായിക്കാത്ത എത്ര ആൾക്കാർ, ഒരു പ്രശ്നമില്ല, അവരുടെ മാനുഷികതയിലും യാതൊരു പ്രശ്നമില്ല. ഇവരുടെ എഴുത്ത് വായിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മാനുഷികത ഉണ്ടായിരിക്കുന്നത്, അത് ആലോചിക്കണം നമ്മൾ.